കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തെറ്റായ തീരുമാനങ്ങൾ പലരുടെയും ജീവിതത്തെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ആർക്കാണ് തെറ്റായ തീരുമാനമുണ്ടാകുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്ന വ്യക്തികൾക്ക് പോലും തെറ്റായ തീരുമാനങ്ങളെടുത്ത് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമ്മളൊരു ബാലാക്കിനെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബാലാം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാതെ, ദൈവത്തിൻ്റെ ഹിതം ചോദിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം രാജാവ് പറഞ്ഞതനുസരിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ എത്ര പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ ദൂതൻ കഴുതയെ തടസ്സപ്പെടുത്തുന്നത്? ഒരു വഴിയരികിൽ ഒരു മതിലിനടുത്ത് വെച്ച് കാലുരസുന്നു, അതുപോലെ തന്നെ കഴുത വീഴുന്നു. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നമ്മൾ സ്വയം എടുക്കുമ്പോൾ ചില വീഴ്ചകൾ, ചില പരിക്കുകൾ, ചില അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണോ വീഴുന്നത്? ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതൻ്റെ വെട്ടേറ്റ് തൻ്റെ പുറത്തിരിക്കുന്ന ആ ബാലാമിന് അപകടം സംഭവിക്കാതിരിക്കാൻ ആ കഴുത അവിടെ വീഴുകയാണ്. എന്തിനാണ് ഈ ബാലാമിൻ്റെ കാല് മതിലിൽ തൊട്ട് ഉരസി അത് പൊട്ടാൻ കാരണം? ജീവിതത്തിൽ നമ്മൾ കാണാത്ത ചില അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമ്മുടെ കൂടെയുള്ളവർക്കോ മറ്റുള്ളവർക്ക് അറിയാം. അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുണ്ട്. അവരുടെ പ്രാർത്ഥന നമുക്കൊരു വലിയൊരു സംരക്ഷണമാണ്. അവിടെ കഴുത ഒരിക്കൽ പോലും യജമാനനെ ഒരിക്കലും ഉപദ്രവിക്കാത്തതാണ്. പക്ഷെ യജമാനൻ്റെ മരണം മുൻപിൽ നിൽക്കുമ്പോൾ ആ കഴുത ആ ഭിത്തിയോടൊരಸಿ നിന്ന് ചെറിയൊരു പരിക്ക് വന്ന് അപകടത്തിന് രക്ഷിക്കുകയാണ്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് മുൻപേ നിൽക്കുന്ന ചില സ്ഥലങ്ങളും സമയങ്ങളും നമുക്കറിയില്ല. പക്ഷേ ദൈവത്തിനെന്തോ നമ്മളോട് പറയാനുണ്ട്. ജീവിതത്തിൽ നമുക്ക് ചില നിമിഷങ്ങൾ അറിയുന്നില്ലെങ്കിലും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. ബാലാക്കിനോട് ദൈവം സംസാരിച്ചത് മുൻപിൽ ഒരു വാളുമായിട്ടാണ്. ജീവിതത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്കറിയാത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ, വീഴാതിരിക്കാൻ കർത്താവേ നീ എന്നെ തിരുത്തണമേ. എൻ്റെ വഴിയിൽ നീ എന്നെ സഹായിക്കണമേ. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഒരു ദൈവകൃപ, വിവേചിച്ചറിയാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂവിൽ മന്നയായി പെയ്തവൻ, തണലേകാൻ വിണ്ണിൻ മേഘമായി. മരുഭൂവിൽ മന്നയായി പെയ്തവൻ, തണലേകാൻ വിണ്ണിൻ മേഘമായി. എന്നാത്മാവിനഴലകറ്റാനായി തിരുനിണമായി നൽകും ഈ വേദിയിൽ. എന്നാത്മാവിനഴലകറ്റാനായി തിരുനിണമായി നൽകും ഈ വേദിയിൽ. ആരാധന നാഥനാരാധന എൻ ഹൃദയത്തിലലിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.